അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ടേബിൾ ഒക്കെ ആ ചാപ്റ്റർ ഞാൻ പറയാം, ആ ഒരു ടേബിൾ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ടേബിളിനകത്ത് അതിന്റെ ലക്ഷ്യം, അതിന്റെ കാലയളവ്, ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്നുള്ളതിന്റെ ഒരു ഫുൾ ടേബിൾ ഉണ്ട്, 12 വരെ ഉള്ളത്. അതിനകത്ത് നിന്ന് കഴിഞ്ഞ തവണയൊക്കെ 2-3 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. ഇന്ന് നമ്മൾ LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്കൊരു 5ാം ക്ലാസ് തൊട്ട് ഇങ്ങോട്ടേക്ക് ഒരു 10ാം ക്ലാസ് വരെയുള്ള നമ്മളെ സാമ്പത്തിക മേഖല അഥവാ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ചാപ്റ്റേഴ്സിൽ നിന്നും എടുത്തിട്ടുള്ള നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്ന മിക്ക ചോദ്യങ്ങളും വിവിധ LGS LDC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെല്ലാം വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്, സ്കൂൾ ടെക്സ്റ്റിൽ നിന്നാണെന്ന് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും, ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടില്ല. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ദാ ശ്രദ്ധിച്ചോളൂ, നമ്മൾ 1ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: ഇന്ത്യയില് സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്? നമ്മൾ സാധാരണ വർഷം ജനുവരി ടു ഡിസംബർ നമ്മൾ പറയുമെങ്കിലും ഫിനാൻഷ്യൽ ഇയർ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അതായത് സാമ്പത്തിക വർഷം. സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. കുറെ പേര് കൊണ്ടുപോയി തിരിച്ച് ഓപ്ഷൻസ് ഇത് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ തിരിച്ചുള്ള ഓപ്ഷനും കാണും. അതായത് മാർച്ച് 31 മുതൽ ഏപ്രിൽ 1 വരെ എന്നുള്ള ഓപ്ഷൻ ഉറപ്പായിട്ടും കാണും. സോ അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾ അല്ലേ, അപ്പൊ ഫൂളിൽ നിന്ന് തുടങ്ങുന്നു എന്നൊന്ന് ഓർത്ത് വെച്ചേ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ എന്തായിട്ട് കണക്കാക്കുന്നത്? സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. ഇനി തെറ്റിക്കത്തില്ലല്ലോ, ഒന്ന് പറഞ്ഞേ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. 2ാമത്തെ ചോദ്യം ഇതാണ്: വിവിധ ഉൽപാദന ഘടകങ്ങൾ ഏതെല്ലാം? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയും അല്ലെ. എന്താണ് ഉൽപാദന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. 1 ലാൻഡ് അല്ലെ, എന്താണ് ഭൂമി, തൊഴിലുണ്ട്, അതുപോലെ മൂലധനം ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ സംഘാടനമുണ്ട്. ഈ 4 ഫാക്ടേഴ്സിനെയാണ്, അല്ലെങ്കിൽ ഈ 4 ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഏതൊക്കെയാണ് ആ ഉൽപാദന ഘടകങ്ങൾ? ഒന്ന് പഠിച്ചേ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കളഞ്ഞിട്ട് പകരം വേറൊരെണ്ണം ഇട്ടിട്ട് ചോദിക്കും, ഇതിനകത്ത് ഉൽപാദന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പൊ ഇനി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇനി തെറ്റിക്കത്തില്ലല്ലോ. ഒന്ന് പറഞ്ഞേ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഈ 4 എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ പ്രതിഫലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാട്ടം അഥവാ റെന്റ് കേട്ടോ. ഭൂമിയുടെ പ്രതിഫലമാണെന്ത്? പാട്ടം എന്ന് പറയുന്നത്. തൊഴിലിന്റെ പ്രതിഫലം എന്താണ്? അത് കൂലിയാണ് കേട്ടോ. അപ്പോ തൊഴിലിന്റെ പ്രതിഫലമാണെന്ത്? കൂലി. ഭൂമിയുടെ പ്രതിഫലമാണെന്ത്? പാട്ടം എന്ന് പറയുന്നത്. ഓക്കെ, പാട്ടം അല്ലെങ്കിൽ റെന്റ് എന്ന് പറയാം. എങ്കിൽ മൂലധനത്തിന്റെ പ്രതിഫലം എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഉത്തരം എന്താണ്? പലിശയാണ്, ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. മൂലധനത്തിൽ നിന്ന് ലഭിക്കുന്ന, ക്യാപിറ്റലിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അത് പലിശയാണ്. സംഘാടനത്തിന്റെ പ്രതിഫലം തീർച്ചയായും എന്തായിരിക്കും? അത് ലാഭമാണ്. മനസ്സിലായോ? അപ്പം ആ 4 എണ്ണത്തിന്റെയും പ്രതിഫലം പഠിച്ചു വെച്ചിരിക്കുക. ഇതില് 4 എണ്ണത്തിലെ ഏതെങ്കിലും, അല്ലെങ്കിൽ 4 എണ്ണം തന്നിട്ട്, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് ലാഭം എന്തിന്റെ പ്രതിഫലമാണെന്ന് ചോദിക്കാം. ഓർക്കുക, സംഘാടനത്തിന്റെ പ്രതിഫലമാണ്. തിരിച്ചും ചോദിക്കാം, മൂലധനത്തിന്റെ പ്രതിഫലം എന്താണ്? ഓപ്ഷൻസിൽ പലിശ, ലാഭം, കൂലി അതെല്ലാം ആയിരിക്കും, പാട്ടമൊക്കെ ആയിരിക്കും ഓപ്ഷൻസിലുള്ളത്. അത്
ഉത്തരം പലിശയാണ്. സോ അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. എങ്കിലും അത് പഠിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി ദാ നോക്കിക്കേ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമാണ്. ആരുടെ വാചകമാണ്? ഗാന്ധിജിയുടെ വാചകമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മൾ പലരുടെയും വാചകങ്ങൾ പഠിക്കാറുണ്ട്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ പല വാചകങ്ങളും ചോദിച്ചിട്ട് ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിക്കാറുണ്ട്. കൂടുതലും വന്നിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. ഏത് സബ്ജക്ട് എടുത്താലും അങ്ങനെയുള്ള കോഡ്സ് ഉണ്ടല്ലോ, കോഡ്സ് കൂടുതലും ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സോ കോഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ലതാനും എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. മറക്കത്തില്ലല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഏതാണ്? പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഒന്ന് പറഞ്ഞേ. 1951 അല്ലെ? 1951 എന്താരംഭിക്കുന്നത്? പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. വർഷം ഓർത്തിരിക്കുക, 51. ഓക്കെ, ഇനി പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണല്ലേ. പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. എങ്കിൽ ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഹാരോൾഡ് ഡോമർ മോഡൽ. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1, 2, 3, 4 ഒക്കെ പ്രധാനപ്പെട്ട പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നോക്കി സമയം നോക്കാനില്ല, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സമയമില്ല എന്നുള്ളവരാണെങ്കിൽ ഇതിന്റെ നോട്ട്, പഞ്ചവത്സര പദ്ധതിയുടെ നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ. അതിൽ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ: 1, അതിന്റെ വർഷം പഠിക്കുക; 2, അതിന് വേറെ എന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കുക; 3, അതിന്റെ ലക്ഷ്യം പഠിക്കുക. എന്തായാലും പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ടേബിൾ ഒക്കെ, ആ ചാപ്റ്റർ ഞാൻ പറയാം, ആ ഒരു ടേബിൾ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ടേബിളിനകത്ത് അതിന്റെ ലക്ഷ്യം, അതിന്റെ കാലയളവ്, ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്നുള്ളതിന്റെ ഒരു ഫുൾ ടേബിൾ ഉണ്ട്, 12 വരെ ഉള്ളത്. അതിനകത്ത് നിന്ന് കഴിഞ്ഞ തവണയൊക്കെ 2, 3 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പഠിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാം പഠിക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ മറന്നു പോകുന്നു, തിരിഞ്ഞു പോകുന്നു എന്നുള്ളവരാണ്, അല്ലെങ്കിൽ ആ പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ടേബിൾ എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ വർഷവും ലക്ഷ്യവും മാത്രം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങൾക്ക് അതിനകത്ത് നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹാരോൾഡ് ഡോമർ മോഡൽ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി കൃഷിക്ക് പ്രധാന പരിഗണന നൽകിയ പദ്ധതി ഏതാണ്? കൃഷി, കാർഷിക പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കൃഷിക്ക് പ്രധാന പരിഗണന നൽകിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലകൾ ഏതൊക്കെയാണ്? കൃഷിക്ക് മാത്രമാണോ ഊന്നൽ നൽകിയത്? അല്ല, കൃഷിക്കും ജലസേചനത്തിനും വൈദ്യുതീകരണത്തിനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയിട്ടുണ്ട്. അപ്പോ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ ഏതൊക്കെ മേഖലകൾക്കാണ്? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന വാക്കുകൾ ആരുടേതാണ്? ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഏത്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. അത് ഏത് അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഓർത്തു വെച്ചിരിക്കുക, ബക്രാനങ്കൽ അണക്കെട്ട്. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അടുത്ത ചോദ്യം,
വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി, വ്യാവസായിക പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യാവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യത്തത് കാർഷിക പദ്ധതി, രണ്ടാമത്തത് വ്യാവസായിക പദ്ധതി. അടുത്ത ചോദ്യം നോക്കിക്കേ. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് കേട്ടോ. ജോലി ചെയ്യാൻ ആരോഗ്യവും അതുപോലെ സന്നദ്ധതയും ഉള്ളവർക്ക് എത്ര ദിവസത്തെ തൊഴിലാണ്? 100 ദിവസത്തെ തൊഴില്. ഓക്കെ, 100 ദിവസത്തെ തൊഴില് ഉറപ്പാക്കുന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞേ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റിൽ പാസാക്കിയ വർഷം ഏതാണ്? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റിൽ പാസാക്കിയത് 2013-ലാണ്. 2013-ലാണ്. എങ്കിൽ ദാ മറ്റൊരു ചോദ്യം നോക്കിക്കേ. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ വ്യക്തി എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ഇവിടെ ആധുനിക എന്ന വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം ആഡം സ്മിത്ത് ആണ്. ആരാണ്? ആഡം സ്മിത്ത് ആണ് കേട്ടോ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ വ്യക്തി, ഒപ്പം തന്നെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണെന്ന് ഓർത്തിരിക്കുക, മറക്കരുത് കേട്ടോ. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. എങ്കിൽ ആഡം സ്മിത്ത് തന്റെ ആശയങ്ങൾ പങ്കുവച്ച ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ്. എന്താണ്? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ആഡം സ്മിത്ത് തന്റെ ആശയങ്ങൾ എന്ത് ചെയ്തത്? പുറം ലോകത്തേക്ക് പങ്കുവെച്ചത്. ആ ഒരു ഗ്രന്ഥത്തിന്റെ പേര് പഠിച്ചു വെച്ചേക്കണേ. എങ്കിൽ ദാ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? അതും ആഡം സ്മിത്ത് ആണ് കേട്ടോ. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുക? ഗവൺമെന്റിന്റെ ഇടപെടൽ കുറയ്ക്കണം, അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന ആ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? അത് നമ്മുടെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായ ആഡം സ്മിത്ത് ആണ്. മറക്കത്തില്ലല്ലോ. ഓക്കെ ആണോ? എന്റെ കൂടെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങ് പഠിച്ചങ്ങ് തീർക്കുക. ഈ ക്ലാസ് കണ്ടു തീരുന്നതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 70 ചോദ്യങ്ങളോളം പഠിക്കും. ആ ചോദ്യങ്ങൾ അങ്ങ് പഠിച്ചങ്ങ് തീർത്തിരിക്കണം. കേട്ടല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ സിദ്ധാന്തം അറിയപ്പെടുന്നത് ഏത് സിദ്ധാന്തമാണ്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാ ഈ ഒരു സിദ്ധാന്തം. എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയം മുന്നോട്ട് വെച്ച ആ ഒരു ആശയം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തം അറിയപ്പെടുന്ന പേരാണ് ലേയ്സസ് ഫെയർ സിദ്ധാന്തം. എന്താണ്? ലേയ്സസ് ഫെയർ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ലേയ്സസ് ഫെയർ സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിന്റെ പേര് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ. തൊഴിലാളികളുടെ പങ്കാളിത്തം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആഡം സ്മിത്ത് വരരുത്, പകരം ആര് വരണം? കാൾ മാക്സ് വരണം കേട്ടോ. അവിടെ തൊഴിലാളിയുടെ പങ്കാളിത്തം, മറ്റേടത്ത് എന്തായിരുന്നു? സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക. അത് പറഞ്ഞത് ആഡം സ്മിത്ത് ആണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തു. പക്ഷേ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസറേ ഉള്ളൂ. അത് കാൾ മാക്സ് ആണ്. ആരാണ്? കാൾ മാക്സ് ആണെന്ന് ഓർത്തിരിക്കുക. എങ്കിൽ കാൾ മാക്സ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഏത് കൃതിയിലൂടെയാണ്? മൂലധനം എന്ന കൃതിയിലൂടെയാണ്. ഏത് കൃതിയിലൂടെയാണ്? മൂലധനം എന്ന കൃതിയിലൂടെയാണ് കാൾ മാക്സ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. മറ്റേത് എന്തായിരുന്നു? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻ ആയിരുന്നു ആഡം സ്മിത്തിന്റെ. അത് മാറിപ്പോകല്ലേ കേട്ടോ. എങ്കിൽ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് ആൽഫ്രഡ് മാർഷാൽ ആണ്. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണേ.
സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ പേരാണ്. നോട്ട് ചെയ്തേ, എന്താണ്? സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. ഈ പുസ്തകം എഴുതിയത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഉത്തരം ആൽഫ്രഡ് മാർഷാൽ. ഓപ്ഷൻസിൽ എന്തായാലും ആഡം സ്മിത്ത് ഒക്കെ കാണും, അപ്പൊ അതും ഇതൊന്നും തമ്മിൽ ഒന്ന് മാറിപ്പോയത്. അത് ആഡം സ്മിത്ത്, ഇതാരാണ്? ആൽഫ്രഡ് മാർഷാൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നുമുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ആരാണ്? ആൽഫ്രഡ് മാർഷാൽ ആണ്. ആരാണ്? ആൽഫ്രഡ് മാർഷാൽ എന്ത് പറയുന്നു? സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിനു വേണ്ടി ആയിരിക്കണം, സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം. ഈ ഒരു വാക്ക് ഓർത്ത് വെച്ചിരിക്കുക. എന്താണ്? മനുഷ്യക്ഷേമം. മനുഷ്യക്ഷേമം എന്ന വാക്ക് കണ്ടാൽ മനസ്സിൽ വരേണ്ടുന്ന ആൾ ആരാണ്? ആൽഫ്രഡ് മാർഷാൽ ആണ്. ഇതിനകത്ത് ഷായു ഒക്കെ ഇല്ലേ? ഓർത്ത് വെച്ചിരിക്കുക. ആൽഫ്രഡ് മാർഷാൽ ആണ് മനുഷ്യക്ഷേമത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തി. തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് കാർൽ മാർക്സ് ആണ്. ഗവൺമെന്റിന്റെ പങ്കാളിത്തം കുറച്ചത് ആരായിരുന്നു? ആഡം സ്മിത്ത് ആയിരുന്നു. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ലേ. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ഉറച്ചങ്ങ് പഠിച്ചു വെച്ച് നോക്കണം. നിങ്ങൾ ഒരിക്കലും ഈ ഒരു കോഡ്സ് കാണാതെ പഠിക്കരുത്. കാണാതെ പഠിച്ച് ജസ്റ്റ് വായിച്ചു വെച്ചിരിക്കണം. അതിനകത്ത് ഏതെങ്കിലും ഇതേപോലുള്ള എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് അതിനകത്ത് നിന്നും എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം ആൻസർ നിങ്ങൾ പഠിച്ചു വെക്കാൻ. അല്ലാതെ ഒരേ സെന്റൻസ് വെച്ച് അതേപടി പഠിച്ചു വെച്ചാൽ നമുക്ക് എക്സാം ഇരിക്കുന്ന സമയത്ത് ഇത് കാണാതെ പഠിച്ചിട്ട് പോയാൽ ആൻസർ ഓർമ്മ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഈ എന്തെങ്കിലും ഒരു കോഡ് യൂസ് ചെയ്ത്, നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചിരിക്കുക. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ദാ നോക്കൂ, വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയം അവതരിപ്പിച്ചത് ആരാണ്? വർദ്ധിച്ച ആവശ്യങ്ങൾ. ഓക്കെ, വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും. ആരാണ്? ലയണൽ റോബിൻസ് ആണ്. അപ്പൊ റോബിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എന്നാൽ വിഭവങ്ങൾ വളരെ കുറവാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയം അവതരിപ്പിച്ചത് ആരാണ്? ലയണൽ റോബിൻസ് ആണ്. മറന്നു പോകത്തില്ലല്ലോ. ഇവിടെ മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണം ഈ ഒരു കേസ് പറഞ്ഞത് ആരാണ്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ മീൻസ് ഒന്നുകൂടെ പറയുന്നു, സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണം എന്ന് പറഞ്ഞത് ആൽഫ്രഡ് മാർഷാലും, വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞത് ലയണൽ റോബിൻസും ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ആരാണ്? പോൾ എ സാമുവൽസൺ ആണ്. ആരാണ്? പോൾ എ സാമുവൽസൺ ആണ് പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണ് എന്ന് പറഞ്ഞത് ആരാണ്? പോൾ എ സാമുവൽസൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തം ഏതാണ്? അർത്ഥശാസ്ത്രമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാണക്യൻ രചിച്ച അർത്ഥശാസ്ത്രമാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ചാണക്യൻ രചിച്ച അർത്ഥശാസ്ത്രമാണ്. എങ്കിൽ മുമ്പ് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ചാണക്യന്റെ കൃതി ഏതാണ്? ശ്രദ്ധിച്ചിരിക്കുക. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ചാണക്യന്റെ കൃതി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം അർത്ഥശാസ്ത്രമാണ്. ഓക്കെ, ക്ലിയർ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കഴിഞ്ഞ തവണയും ചോദിച്ചൊരു ചോദ്യമാണ്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ആരാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ചോർച്ചാ സിദ്ധാന്തത്തിനെയാണ് ചിലപ്പോൾ ഡ്രെയിൻ തിയറി എന്നായിരിക്കും പറയുന്നത് കേട്ടോ. ഡ്രെയിൻ
തിയറി. ഓക്കെ, ഇത് മലയാളത്തിൽ എഴുതി പറയും. ഡ്രെയിൻ തിയറി ആവിഷ്കരിച്ചതെന്ന് ചോദിക്കാം. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും പഠിച്ചു വെച്ചിരിക്കണേ. അപ്പോൾ ചോർച്ച സിദ്ധാന്തത്തിനെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഡ്രെയിൻ തിയറി എന്ന് പറയും. ചിലപ്പോൾ ഡ്രെയിൻ തിയറി എന്ന് ഇങ്ങനെ മലയാളത്തിൽ എഴുതുമല്ലോ, ഡ്രെയിൻ തിയറി ആവിഷ്കരിച്ചത്, അങ്ങനെയും ചോദിക്കാം. അതുകൊണ്ട് രണ്ടും പഠിച്ചു വെച്ചിരിക്കുക. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. എങ്കിൽ ദാ അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചു എന്നും അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ് കേട്ടോ. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ എന്ത് ചെയ്യുന്നു? ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ ഏത് ആശയമാണ് സമ്പദ്ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചത്? സമ്പദ്ശാസ്ത്ര രംഗത്തെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഗാന്ധിജിയുടെ ആശയം ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പറയേണ്ടുന്ന ആശയമാണെന്ത്? ട്രസ്റ്റിഷിപ്പ്. എന്താണ് ട്രസ്റ്റിഷിപ്പ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോ മഹാത്മാഗാന്ധിയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ട്രസ്റ്റിഷിപ്പ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത്. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ ആസൂത്രണ കമ്മീഷൻ എന്നല്ല പറയുന്നത്. കമ്മീഷൻ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ച വർഷം ഒന്ന് പറഞ്ഞേ. 1938 ആണ് കേട്ടോ. 1938 എന്ത് ചെയ്യുന്നത്? ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത് 38 നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ്. എങ്കിൽ ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ എന്ന് നമ്മൾ പറയും അല്ലെ? പീപ്പിൾസ് പ്ലാൻ. ഇത് LGS പരീക്ഷയ്ക്ക് മാത്രമല്ല, അങ്ങ് ഡിഗ്രി തലത്തിലുള്ള മെയിൻസ് പരീക്ഷയ്ക്ക് പോലും ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പീപ്പിൾസ് പ്ലാൻ പദ്ധതി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? MN റോയി ആണ് കേട്ടോ. ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? MN റോയി ആണ്. എങ്കിൽ അടുത്ത ചോദ്യം, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? M വിശ്വേശ്വരയ്യയാണ്. ആരാണ്? M വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. എങ്കിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച ഡേറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. വർഷം ഒന്ന് പറഞ്ഞേ. 1950 ആണ്. 1950 എന്നുള്ള വർഷം മറന്നു പോകരുത്. വർഷം മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് ഡേറ്റ് കൂടി പഠിക്കണം. മാർച്ച് 15 മാർച്ച് 15 എന്ത് ചെയ്യുന്നത്? ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഡേറ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. 1950 മാർച്ച് മാസം 15 എങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഒരു പദസൂര്യനായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. സോ പദസൂര്യനിൽ ഏതെങ്കിലും ഒരു പദസൂര്യനെ അവർ വെട്ടിക്കളഞ്ഞിട്ട് പകരം തെറ്റായിട്ടുള്ളത് ചോദിച്ചിട്ട് അവർ ചോദിക്കും ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കുക. 4 ഉള്ളത്. 1 തുല്യതയാണ്, തുല്യത. 2 വളർച്ചയാണ്. 3 എന്താണ്? സ്വാശ്രയത്വമാണ്. 4 എന്താണ്? ആധുനികവൽക്കരണമാണ്. മാറിപ്പോകരുത്. ഇങ്ങനെ വരുന്ന കേസുകളാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അവർക്ക് പെട്ടെന്ന് വേറെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറ്റിയിട്ട് പകരം ഒരു വാക്ക് ഇട്ടാൽ അവർക്കൊരു ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അപ്പോൾ ഇത് കുറെ പേര് കൊണ്ടുപോയി തെറ്റിക്കുമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. മാറിപ്പോകുമെന്നറിയാം, മറന്നു പോകുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഈ 3, 4 ഓപ്ഷൻസ് വെച്ച് നമ്മൾ പഠിക്കത്തില്ലേ, അത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഏത് സബ്ജക്ട് പഠിക്കുമ്പോഴും ഇങ്ങനെയുള്ള കേസുകൾ കാണുവാണെങ്കിൽ അത് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മൾ 4 പറയും. എന്തൊക്കെയാണ്? 1 തുല്യത, 2 വളർച്ച, 3 സ്വാശ്രയത്വം, 4 എന്താണ്? ആധുനിക വൽക്കരണം. മറക്കത്തില്ലല്ലോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ.
മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയം കണക്കിലെടുത്ത് 3 വാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ കാലഘട്ടം അറിയപ്പെടുന്നത്, അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിച്ചത്ര വളർച്ച ഒന്നും അവർക്ക് കൈവരിക്കാൻ സാധിച്ചില്ല. വളർച്ചാ നിരക്ക് വളരെ കുറവായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അടുത്ത ഒരു പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവരെന്ത് ചെയ്യുകയുണ്ടായി? ഓരോരോ വാർഷിക പദ്ധതി, അതായത് ഇന്ന വർഷം തൊട്ട് ഇന്ന വർഷം വരെ ഒരു പദ്ധതി, ഇന്ന വർഷം തൊട്ട് ഇന്ന വർഷം വരെ അടുത്തൊരു പദ്ധതി, അങ്ങനെ വാർഷിക പദ്ധതിയായിട്ട് അവര് ആവിഷ്കരിച്ചു. അതായത് മൊത്തത്തിൽ ഒരു 5 വർഷം എടുത്ത് ചെയ്യുന്നതിന് പകരം അവർ വാർഷിക ഓരോരോ വർഷമായിട്ട് എടുത്ത് അവര് പദ്ധതികൾ ആവിഷ്കരിച്ചു. അപ്പൊ ഈ ഒരു കാലയളവ്, അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഉള്ള ഈ ഒരു കാലയളവ് അറിയപ്പെടുന്ന പേര്, അതായത് ഈ വാർഷിക പദ്ധതി അവതരിപ്പിച്ച ആ ഒരു കാലയളവ് ഉണ്ടല്ലോ, അത് അറിയപ്പെടുന്ന പേര് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? പ്ലാൻ ഹോളിഡേ. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചായത്തി രാജ് നഗരപാലിക സംവിധാനങ്ങൾക്ക് നിലവിൽ വരുന്നതിനിടയാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? പഞ്ചായത്തി രാജും ഉണ്ട്, നഗരപാലിക സംവിധാനങ്ങളും ഉണ്ട്. അത് നിലവിൽ വരുന്നതിന് കാരണമാക്കിയ 2 ഭേദഗതികളുണ്ട്. ഒന്ന് 73-ാം ഭേദഗതിയാണ്, 2 74-ാം ഭേദഗതിയാണ്. 73 ഉണ്ട്, 74 ഉണ്ട്. അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ നിലവിൽ വരാൻ കാരണമായ ഭേദഗതി ചോദിച്ചാലാണ് നമ്മൾ എന്തിന്റെ പേര് പറയേണ്ടത്? 73-ാം ഭരണഘടനാ ഭേദഗതിയുടെ പേര് പറയേണ്ടത്. എങ്കിൽ നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വരാൻ കാരണമായ ഭേദഗതി എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഉത്തരം പറയേണ്ടത് 74-ാം ഭേദഗതിയാണ്. അപ്പൊ പഞ്ചായത്ത് കണ്ടാൽ 73, നഗരം കണ്ടാൽ 74 എന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? നമുക്കറിയാം 1980 മാർച്ച് 15-ന് ആസൂത്രണ കമ്മീഷൻ വന്നു എന്ന് പഠിച്ചു. അത് പിന്നീട് 2015 ജനുവരി 1-ന് അതിന്റെ പേരൊക്കെ മാറ്റി എന്താക്കി മാറ്റുന്നു? നീതി ആയോഗ് ആക്കി മാറ്റുന്നു, അല്ലേ? അപ്പൊ നീതി ആയോഗ് നിലവിൽ വന്നത് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആസൂത്രണ കമ്മീഷൻ ചോദിക്കാം, അല്ലെങ്കിൽ നീതി ആയോഗ് ചോദിക്കാം. അപ്പം 2 പഠിച്ചു വെച്ചിരിക്കണം. നീതി ആയോഗ് നിലവിൽ വന്ന ഡേറ്റ് സിമ്പിൾ ആണ് പഠിക്കാൻ, 2015 ജനുവരി 1 മറ്റേത് മാർച്ച് 15 മാറിപ്പോകല്ലേ. 2015 ജനുവരി 1. ഇനി നീതി ആയോഗിന്റെ അധ്യക്ഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ആ ഒരു അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ഇതും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഉത്തരം എന്താണ്? ദാദാഭായ് നവറോജിയാണ്. ആരാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. എങ്കിൽ ദേശീയ വരുമാനം ലഭിക്കുന്ന, നമുക്ക് ഇന്ത്യക്ക് ദേശീയ വരുമാനം ലഭിക്കുന്ന ഏതൊക്കെ മേഖലകളിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രധാന മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ പറയാ? കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കാറുണ്ട്, വ്യാവസായിക മേഖലയിൽ നിന്ന് ലഭിക്കാറുണ്ട്, സേവന മേഖലയിൽ നിന്നും ദേശീയ വരുമാനം നമ്മുടെ ഇന്ത്യക്ക് ലഭിക്കാറുണ്ട്. ഏതൊക്കെയാണ്? കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. എങ്കിൽ അടുത്തതാ നോക്കിക്കേ, രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് എന്ത്? GNP അഥവാ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയും. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ GNP എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, എന്താണ് GNP എന്ന് ചോദിച്ചാൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങൾ ഉണ്ടല്ലോ, അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്ത് കണക്കാക്കുന്നത്? GNP കണക്കാക്കുന്നത്. എങ്കിൽ ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? നാഷണൽ ഇൻകത്തിനെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം. ഓക്കെ, നാഷണൽ ഇൻകത്തിനെ എന്ത് ചെയ്യുന്നു? പോപ്പുലേഷൻ കൊണ്ട്, അല്ലെ, രാജ്യത്തെ മൊത്ത ജനസംഖ്യ കൊണ്ട്, ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കുമെന്ന് ചോദിച്ചാൽ എന്താ ലഭിക്കുക? പ്രതിശീർഷ വരുമാനമാണ്. പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനമാണ്
ലഭിക്കുന്നത്. മനസ്സിലായോ? ദേശീയ വരുമാനത്തെ രാജ്യത്തിന്റെ മൊത്ത ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? പ്രതിശീർഷ വരുമാനം കിട്ടും. എങ്കിൽ മാനവ വികസന സൂചിക, അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുന്നത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. മാനവ വികസന സൂചിക. അപ്പോ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുമ്പോൾ അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ കണക്കാക്കും? HDI-നെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ മാനവ വികസന സൂചിക എന്ന് പറയുന്നത്. അത് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങൾ അവിടെ നോക്കും? ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. എന്തൊക്കെയാണ്? ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? പ്രതിശീർഷ വരുമാനം നോക്കാറുണ്ട്. ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം നോക്കാറുണ്ട്. സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും നോക്കാറുണ്ട്. സാക്ഷരതയും നോക്കും, അതിനോടൊപ്പം തന്നെ മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും നോക്കും, പ്ലസ് ആയുർദൈർഘ്യവും നോക്കും. ഈ 3 കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. മനസ്സിലായോ? മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നതിന് അടിസ്ഥാനമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 3 പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും, അതുപോലെ തന്നെ ആയുർദൈർഘ്യം. ഇനി നാലാമതൊന്ന് ഇട്ട് ചോദിച്ചിട്ട് HDI കണക്കാക്കുമ്പോൾ എന്താണ് എടുക്കാത്ത അല്ലെങ്കിൽ സ്വീകരിക്കാത്ത ഘടകങ്ങൾ, അതിന്റെ അടിസ്ഥാനമല്ലാത്ത ഘടകങ്ങൾ ഏതെന്ന് ചോദിക്കാം. അത് നിങ്ങളുടെ ആൻസർ ഈ 3 ഉൾപ്പെടാത്ത ഒരെണ്ണമാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി HDIയുടെ മൂല്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഓരോ ഇൻഡെക്സ് കണക്കാക്കുമ്പോൾ ചിലപ്പം 0 to 100 അങ്ങനെയൊക്കെയല്ലേ ചില ഇൻഡെക്സുകൾ തയ്യാറാക്കുന്നത്. അതിന്റെ മൂല്യം 0ക്കും അല്ലെങ്കിൽ 75% ഇങ്ങനെ എന്നുള്ള രീതിയിലായിരിക്കും അവിടെ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുമ്പോൾ അതിന്റെ മൂല്യം എന്ന് പറയുന്നത് 0നും 1നും ഇടയ്ക്കായിരിക്കും. ഏറ്റവും വികസനം കുറവായിരിക്കും 0യിൽ നിന്ന് 0.1 2 3 4 അങ്ങനെ തുടങ്ങി 1 വരെ 0.9 കഴിഞ്ഞ് 1 വരെ വരും അല്ലെ. അപ്പോൾ HDI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0ക്കും 1നും ഇടയ്ക്കായിരിക്കും അതിന്റെ മൂല്യം വരുന്നത്. 0 എന്ന് പറയുന്നത് ഏറ്റവും വികസനമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. 1നോട് അടുത്ത് പോകുമ്പോൾ അതായത് 0.8 0.7 0.9 ഒക്കെ ആകുമ്പോൾ വികസനം കൂടുതൽ അല്ലെങ്കിൽ HDI മൂല്യം കൂടുതലായിട്ട് കണക്കാക്കും. അതൊന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ 0ക്കും 1നും ഇടയ്ക്കാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? HDI മൂല്യം കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വികസനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഏതാണ്? എന്താണ്? ദാരിദ്ര്യമാണ്. എങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ചുകൊണ്ട് 2017 ജൂലൈ 1 മുതൽ, ശ്രദ്ധിച്ചിരിക്കുക, ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമുണ്ട്. അതിന്റെ പേര് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, GST ആണ്. GST അഥവാ മലയാളത്തിൽ അതിനെ എന്താ പറയാ? ചരക്ക് സേവന നികുതി എന്നാണ് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് പറയുന്നത്, GST. ഓക്കെ, അപ്പൊ 2017 ജൂലൈ 1 മുതലാണ് എന്ത് ചെയ്തത്? ഗവൺമെന്റുകൾ ചുമത്തിയിരുന്ന പലതരത്തിലുള്ള പരോക്ഷ നികുതികളെ എല്ലാം കൂടെ ഒരുമിച്ചാക്കി എന്ത് വരുന്നത്? ഒരു ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായം വരുന്നത്. അതിനെയാണ് GST എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ GST കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും കേട്ടോ. GST കൗൺസിലിന്റെ ചെയർമാൻ ആരായിരിക്കും? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി അറിയപ്പെടുന്ന പേര്, നികുതിയുടെ മേൽ അധിക നികുതി ചുമത്തിയാൽ അതിനെയാണ് സർചാർജ് എന്ന് പറയുന്നത്. എങ്കിൽ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ചുമത്തുന്ന അധിക നികുതിയുണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെസ് എന്ന് പറയുന്നത്. അപ്പൊ സർചാർജും സെസ്സും തമ്മിൽ മാറിപ്പോകരുത്. സർചാർജ് എന്ന് പറഞ്ഞാല് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി, ഇത് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ഇനി ഭാരതീയ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഒന്ന് പറഞ്ഞേ. 1935 അല്ലെ. അത് ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. നമ്മുടെ RBI അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്? വർഷം 1935 ആണ്. ആസ്ഥാനം എവിടെയാണ്? ഡൽഹി ആണോ? അല്ല, മുംബൈ ആണ്. ഓക്കെ, ക്ലിയർ ആണോ?
ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്കാണ് 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. കേട്ടോ, ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്കാണ് 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം SBI ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? SBI ആണ്. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ എന്നും എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് RBI ആണ്. SBI അല്ല, RBI ആണ് കേട്ടോ. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ ആരെന്ന് ചോദിച്ചാൽ RBI ആണ്, റിസർവ് ബാങ്ക് ആണ്. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്നതും ആരാണ്? റിസർവ് ബാങ്ക് അല്ലേ? അപ്പൊ അത് നോക്കി വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? അത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഇതല്ലാതെയുള്ള ബാക്കി നോട്ടുകളെല്ലാം അച്ചടിക്കുന്നത്, അതായത് 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അല്ലാതെയുള്ള ബാക്കി എല്ലാ നാണയങ്ങളും ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിക്കുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ആണെങ്കിൽ 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പായിരിക്കും. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, മാറിപ്പോകാതെ പഠിക്കണം കേട്ടോ. 1 രൂപ റിസർവ് ബാങ്ക് അടിക്കത്തില്ല, 1 രൂപ അടിക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് LIC. LIC സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1956 സെപ്റ്റംബർ മാസം 1-ാം തീയതി. ആസ്ഥാനം എവിടെയാണ്? LICയുടെ ആസ്ഥാനം മുംബൈ ആണ്. അപ്പൊ 1956 സെപ്റ്റംബർ 1 ഓർത്തു വെച്ചിരിക്കുക. ഇനി ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത്? ഏത് കമ്മിറ്റിയുടേതാണ്? MS ശ്രീറാം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് രൂപീകരിക്കുന്നത്? കേരള ബാങ്ക് രൂപീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള ബാങ്ക് എന്നാണ് രൂപീകരിച്ചത്? 2019 നവംബർ 29-നാണ്. എന്താണ്? 2019 നവംബർ 29-നാണ് എന്ത് രൂപീകരിക്കുന്നത്? കേരള ബാങ്ക് രൂപീകരിക്കുന്നത്. ആസ്ഥാനം ഒന്ന് പറഞ്ഞേ. കേരള ബാങ്കിന്റെ ആസ്ഥാനം എറണാകുളമാണോ? അല്ല, തിരുവനന്തപുരമാണ്. എങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, കേരള ബാങ്കിന്റെ ആദ്യത്തെ CEO ആരായിരുന്നു? അത് PS രാജൻ ആണ് കേട്ടോ. കേരള ബാങ്കിന്റെ ആദ്യത്തെ CEO ആരായിരുന്നു? CEO ആണ്. CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? PS രാജനാണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ എപ്പോഴും ചോദിക്കുന്നതാണ് നെടുങ്ങാടി ബാങ്ക് ആണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ചോദിച്ചാൽ നെടുങ്ങാടി ബാങ്ക് വർഷം എന്നാണ് സ്ഥാപിച്ചത്? 1899-ലാണ് കേട്ടോ. 1899-ലാണ് എന്ത് സ്ഥാപിക്കുന്നത്? നെടുങ്ങാടി ബാങ്ക് സ്ഥാപിക്കുന്നത്. എങ്കിൽ കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് 2011-ലാണ്. വർഷം ഓർത്ത് വെച്ചേക്കണേ. എങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതാണ്? സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനം നടപ്പിലാക്കിയത് എന്നാണ്? 2016 നവംബർ മാസം 8-ാം തീയതിയാണ്. ഡേറ്റ് നോക്കി വെച്ചേക്കണേ. 2016 നവംബർ മാസം 8-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? 500-ന്റെ 1000-ന്റെ ഒക്കെ നോട്ട് കേന്ദ്ര സർക്കാർ പിൻവലിക്കുന്നത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? കേരളത്തിന്റെ ആസൂത്രണ കമ്മീഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് 1967-ലാണ് കേട്ടോ. 1967-ലാണ്. അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? അത് EMS ആയിരുന്നു കേട്ടോ. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1967-ആണ്. അവിടെ അധ്യക്ഷനായിട്ട് വരുന്നത് മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? നീതി ആയോഗിന് എന്തുണ്ട്? ഭരണസമിതി ഉണ്ടല്ലോ. ആ ഭരണസമിതിയിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നുണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷനും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓർത്തിരിക്കുക, നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ ഇവരാണ്. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒയുടെ പേരെന്താണ്? BVR സുബ്രഹ്മണ്യമാണ്. ആരാണ്? BVR സുബ്രഹ്മണ്യം.
നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? അത് സുമൻ ബെറി ആണ്. സുമൻ ബെറി ആണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അരവിന്ദ് പനഗരി ആയിരുന്നു. ആദ്യത്തെ CEO ആരായിരുന്നു? അത് സിന്ധുശ്രീ ഗുള്ളർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് സ്കൂൾ ടെക്സ്റ്റിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഏരിയാസ് പഠിക്കുന്നുണ്ടോ ആ ഏരിയാസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചാപ്റ്റർ കൂടി ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ നോട്ട് ഉണ്ടാകും, അതിനകത്ത് പോയിന്റ്സ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലും കാണാം. സോ ആ ഒരു പോയിന്റ്സിനൊക്കെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു മാർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ക്ലാസ്സിലുമായിട്ട് നമുക്ക് കാണാം. താങ്ക്